ഫൈൻഡ് ഫ്രിക്ഷണൽ പവർ. നമുക്ക് ഫ്രിക്ഷണൽ പവർ കണ്ടുപിടിക്കണം. ബാക്കിയുള്ള എഞ്ചിൻസിലാണെങ്കിൽ വി ആർ പ്ലോട്ടിംഗ് എ ബി പി വേഴ്സസ് ടി എഫ് സി ഗ്രാഫ് ഫ്രം വിച്ച് extending this to BP axis. This is the frictional power is the opposing power, that is you are taking it in the opposite direction, negative direction, frictional power. അപ്പോൾ ഈ ഫ്രിക്ഷണൽ പവറിനെ നമുക്ക് റിട്ടാർഡേഷൻ ടെസ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫോർ ദാറ്റ് റിട്ടാർഡിങ് ദ എഞ്ചിൻ സ്പീഡ് ബൈ കട്ടിങ് ദ ഫ്യൂൽ സപ്ലൈ. അപ്പോൾ ഫ്യൂൽ സപ്ലൈ കട്ട് ചെയ്ത് എഞ്ചിൻ സ്പീഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് start the engine at no load condition. That is, engine is running at a rated speed of 475. Then placing the tachometer here, a mechanical tachometer. Then cut the fuel supply. At that time engine speed start decreasing. Then when it reaches 400 or 350 or 450, switch on the stopwatch for noting a particular speed reduction from suppose 400 to 350. ഒരു 50 സ്പീഡ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ടൈം നോട്ട് ചെയ്യും. ദാറ്റ് ഈസ് സപ്പോസ് ഇറ്റ് ഈസ് 10 സെക്കൻഡ്. സർ, നമ്മൾ ഈ ടൈം നോട്ട് ചെയ്യുമ്പോൾ 475 തൊട്ട് നോട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ? അല്ല, വേണമെന്നില്ല. അത് 475 വെച്ചാൽ അത് റേറ്റഡ് സ്പീഡാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോഴേ ഈ അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക? ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ